ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ അല്ലേ? നല്ലൊരു അടപ്രഥമൻ നമുക്കിവിടെ തയ്യാറാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ച് 200 ഗ്രാം അട കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അട 10 മിനിറ്റായി, അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഊറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. തണുത്ത വെള്ളത്തിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇരുന്ന് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 400 ഗ്രാം ശർക്കര എടുക്കാം. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കരയാണ് കണക്ക്. ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കഴുകി ഊറ്റി വെച്ച അട നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ 100 ഗ്രാം ചവ്വരി വേവിച്ച് വെച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല വലിപ്പമുള്ള ഒരു തേങ്ങ, അതിൻ്റെ 3 പാല് പിഴിഞ്ഞെടുക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ആ 3-ാമത്തെ പാലാണ് ഇപ്പോൾ ഒഴിച്ചത്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ല കുറുകി പറ്റിയ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണ്ടുന്നവർ 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ 2 സ്പൂൺ മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതിനെ അലിയിച്ച് മാറ്റി വെക്കാം. ആ സമയത്തിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നല്ലൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്ക, ചുക്ക്, ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ചൂടായാൽ മാത്രം മതി, തിളച്ചു പോകരുത്. അതുകൊണ്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു.